നടക്കുമ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് വീണ്ടും സിപിഎം. സമരം അനാവശ്യമാണെന്നും ചില ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചതാണെന്നും മുതിർന്ന പാർട്ടി നേതാവ് ഇ.പി. ജയരാജൻ പറഞ്ഞു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മാധ്യമങ്ങളോടായിരുന്നു ഇ.പി.യുടെ പ്രതികരണം. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിനെ ഞങ്ങൾക്ക് ഒരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ വർത്തമാനം പറയാൻ പ്രതിരോധിക്കാൻ കുറെ വാചകങ്ങളും കുറെ ഇതും കണ്ടുപിടിച്ച് ഇത്തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുകയാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി, രാജ്യത്തിന്റെ പൊതുനില മനസ്സിലാക്കി, കേരളത്തിന്റെ നില മനസ്സിലാക്കി, വലിയ ബാധ്യതകളൊന്നും ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങളെ ആകെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. ആ നില മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 34-ാം ദിവസത്തിലെത്തി. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. അതേസമയം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കും എന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ട്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, എന്തായാലും ഇ.പി.യുടെ വാക്കുകളിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതായത് 34-ാം ദിവസവും ശക്തമായ തരത്തിൽ തന്നെയാണ് സമരം മുമ്പോട്ട് പോകുന്നത്. 17-ാം തീയതി തിങ്കളാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒരുങ്ങുന്നത്. അതിനിടയിലാണ് മുതിർന്ന സിപിഎം നേതാവ് കൂടിയായ ഇ.പി. ജയരാജൻ ഇങ്ങനെയൊരു പ്രസ്താവന ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പോൾ അതിൽ ആശാ വർക്കർമാരുടെ പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത് എന്നതായിരിക്കും ഏറ്റവും പ്രസക്തം. അല്പസമയം മുമ്പ് ഇ.പി. ജയരാജൻ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചില കുബുദ്ധികളുടെ തലയിൽ ഉദിച്ച ആശയമാണ് ഈ സമരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം നൽകുന്ന, ഓണററി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ബുദ്ധിയുണ്ട് എന്നാണ്. എന്താണ് ഇ.പി. ജയരാജനുള്ള മറുപടി? അല്ല, ഇ.പി. ജയരാജനല്ലല്ലോ, എല്ലാവരും തുടക്കം മുതൽ ഇത് തന്നെയല്ലേ പറയുന്നത്. സിപിഎമ്മിന്റെ CITUവിന്റെ നേതാക്കന്മാര് ഇവര് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്കറിയത്തില്ല. ന്യായവും അന്യായവും ഒക്കെ വ്യവച്ഛേദിക്കുന്ന എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ന്യായമാണ് ഞങ്ങൾക്കുള്ളത്. അത് വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ന്യായം. അത് ഞങ്ങൾക്ക് അന്യായമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ബുദ്ധികളോ ദുഷ്ടശക്തികളോ എന്നൊക്കെ പറയുന്ന ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും ഇത്തരത്തിലുള്ള തൊഴിലാളി സമരങ്ങളൊക്കെ ഈ കേരളത്തിൽ സംഘടിപ്പിക്കുകയും നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്കും പ്രസ്ഥാനത്തിനുമൊക്കെ എന്നാണ് ഇത്തരം തൊഴിലാളി സമരങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടുന്നത്, അല്ല എങ്ങനെയാണ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നത് ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും ന്യായം അന്യായം ഒക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യായമാണ്. കൂലി കൂടുതൽ വേണമെന്നുള്ളത് ന്യായമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇതിന് നേതൃത്വം നൽകുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോ ചിന്താഗതികളോ ഈ സമരത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്കും. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഈ സമരവേദിയിൽ. ഇവിടെ ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് അതിന് ഈ എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾക്കൊണ്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണല്ലോ. പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് മൊത്തം ഞങ്ങള് ഈ ചാനലുകളുടെ സർവൈലൻസിലാണല്ലോ, അല്ലാതെ രഹസ്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത് ആ പറയുന്ന ആളുകൾക്കാണ് രാഷ്ട്രീയ താല്പര്യമുള്ളത്. തിങ്കളാഴ്ചത്തെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? തിങ്കളാഴ്ച അതിശക്തമായ പ്രതിഷേധമായിരിക്കും. അല്ല, കണക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ ജില്ലയിലും നടക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി ഈ സമരത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DPM നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിളിച്ചിരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ തിങ്കളാഴ്ചത്തെ ഈ പരിപാടിക്ക്? നമ്മൾ ഇതുവരെ ഇവിടെ വന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും തിങ്കളാഴ്ച വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ദിവസത്തെ വളയലാണോ അതോ തുടർന്നങ്ങ് വളയാനാണോ? അല്ല, അന്ന് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. ഓക്കെ. ഒരു കാര്യം കൂടി, ഈ സുരേഷ് ഗോപി പലതവണ ഇതിനിടയിൽ ഇവിടെ വന്നിരുന്നു.
അദ്ദേഹം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി, കേന്ദ്ര ഇടപെടൽ നൽകിയ കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടോ? അതെ, ഇന്ത്യയുടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടത്. അപ്പൊ അതിന് അതിന്റേതായ സമയമെടുക്കും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാലോ. പിന്നെ സുരേഷ് ഗോപി ഇവിടെ വരുമ്പോൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ഇപ്പോ കേന്ദ്രത്തില് നിർമ്മല കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയപ്പോ അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? വളരെ ആദരവോടെയും ബഹുമാനത്തോടെയല്ലേ സ്വീകരിച്ചത്? അതാണ് ചെയ്യേണ്ടുന്നത്. അതല്ലാതെ അവർ തമ്മിൽ വളരെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു കേന്ദ്ര സഹമന്ത്രി ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് അദ്ദേഹത്തോട് കാണിക്കുന്നത്? അദ്ദേഹത്തെ സ്വീകരിക്കല്ലേ വേണ്ടത്? അതല്ലേ മര്യാദ? അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനെ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാർക്ക് ഈ വേദിയിൽ വരാൻ കഴിയാത്തത്? ഇതുപോലെയുള്ള തലമുതിർന്ന നേതാക്കൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്താണ് അഭിപ്രായം പറയുന്നത്? ഇവിടെ വന്ന് ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്ത് ഇതുവരെ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? എന്താണ് നിങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡ്? എന്താണ് നിങ്ങളുടെ ജീവിത പ്രശ്നം എന്ന് ഏതെങ്കിലും ഒരു CPM നേതാവിന് ഇന്ന് വരെ ഈ വേദിയിൽ വന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചാനലുകളുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നതല്ലാതെ. അപ്പൊ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സുരേഷ് ഗോപിയുടെ പേര് എപ്പോഴും വലിച്ചിരുന്നത്, ഇവിടെ വരുന്ന മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ പേര് വലിച്ചിട്ട് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമോ? ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം പരിഹരിക്കുമോ? ഞങ്ങൾ കൃത്യമായ പരിഹാരം, ശാശ്വതമായ പരിഹാരം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിരന്തരമായ CPM നേതാക്കന്മാരുടെ അധിക്ഷേപങ്ങൾക്കിടയിൽ പക്ഷേ ആശമാരുടെ സമരത്തിന് കരുത്താർജിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും സെക്രട്ടേറിയറ്റ് വളയിലേക്ക് അവർ കടക്കുമ്പോൾ പ്രതിപക്ഷം ഇതിനെ എങ്ങനെ ആയുധമാക്കും എന്നുള്ളതും, അതോടൊപ്പം CPM എങ്ങനെ പ്രതിപക്ഷം ഈ വിഷയത്തെ ആയുധമാക്കുമ്പോൾ പ്രതിരോധിക്കും എന്നുള്ളതും കണ്ടറിയണം.